ഇന്നത്തെ കളി കഴിയുമ്പോഴത്തേനും നമ്മൾ ആഘോഷിക്കേണ്ടിയിരുന്നത് ഋതുരാജ് ഗൈക്വാഡിൻ്റെ മെയ്ഡൻ സെഞ്ചുറിയെ കുറിച്ചായിരുന്നു. ഇന്നത്തെ കളിയിൽ നമ്മൾ ആഘോഷിക്കേണ്ടിയിരുന്നത് വിരാട് കോഹ്ലി അവസാനമായിട്ട് കളിച്ച 3 കളിയിൽ എല്ലാ കളിയിലും 50+ സ്കോർ കണ്ടെത്തുന്നതായിരുന്നു. ബാക്ക് ടു ബാക്ക് സെഞ്ചുറി അടിക്കുന്നതായിരുന്നു ഇന്ന് നമ്മൾ ആഘോഷിക്കേണ്ടിയിരുന്നത്. നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ നോക്കുവാണെങ്കിൽ 40 ഓവർ വരെ മനോഹരമായിട്ട് കളിച്ചു. അതായത് ടോപ്പ് ഓർഡർ അല്ലെങ്കിൽ മിഡിൽ ഓർഡർ മനോഹരമായിട്ട് കളിച്ചു. അതായത് ലോ ഓർഡർ വന്നിട്ട് കളിയെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. 40 ഓവറിൽ 290 റൺസ് 4 വിക്കറ്റ് പോയെടുത്തുനിന്ന് ലാസ്റ്റ് 10 ഓവറിൽ ഇന്ത്യ സ്കോർ ചെയ്യുന്നത് കേവലം 60 റൺസ്. അവിടെ തന്നെ കളി പോയി. ഇന്ന് ഇന്ത്യൻ ടീമിന്റെ ഫിനിഷർ ആരായിരുന്നു? ഒരു കാലത്ത് MS ധോണി, യുവരാജ് സിംഗ്, സുരേഷ് റെയ്ന, ഹാർദിക് പാണ്ഡ്യയെ കൂട്ടുള്ള ഫിനിഷർമാരെ കൈകാര്യം ചെയ്ത ഇന്ത്യൻ ടീമിന്റെ ഇന്നത്തെ ഫിനിഷർ ആരായിരുന്നു? അൺഫോർച്ചുനേറ്റ്ലി രവീന്ദ്ര ജഡേജയായിരുന്നു ഇന്ന് ഇന്ത്യൻ ടീമിന്റെ ഫിനിഷർ. അതായത് ഒരു ഓൾറൗണ്ടറെ ഇന്ത്യ ഫിനിഷറാക്കി മാറ്റുക. നമ്പർ 7, നമ്പർ 8 കളിക്കേണ്ട ഒരു പ്ലെയറെ ഫോഴ്സ് ചെയ്തിട്ട് പറയാം നീയാണ് ഫിനിഷർ, പോയി കളിച്ചു. അതായത് രവീന്ദ്ര ജഡേജ വന്നിട്ട് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. 27 ബോളിൽ നിന്ന് 24 റൺസ്, 2 ബൗണ്ടറി അടിച്ചത്. അത് അവസാനത്തെ ബൗണ്ടറി നോക്കുവാണെങ്കിൽ, രണ്ടാമത്തെ ബൗണ്ടറി നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ഓവറിലെ സെക്കൻഡ് ബൗണ്ടറി അടിക്കുന്നത്. ഇന്ത്യൻ ടീമിൽ നോക്കുവാണെങ്കിൽ പ്ലേയേഴ്സ് എല്ലാം അവരുടെ പൊസിഷൻ വിട്ടാൽ കളിക്കുന്നത്. നമ്പർ 8 കളിക്കേണ്ടവനെ പിടിച്ച് നമ്പർ 5 കൊണ്ടിടും. സുന്ദർ വരുന്നു, സുന്ദറിനെ കളിപ്പിക്കുന്ന നമ്പർ 5. സുന്ദർ വന്ന് എന്തോ കാഴ്ച വെച്ചത് 8 ബോളാണ് കളിച്ചത്. 8 ബോൾ 1 റൺസാണ്. അതായത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പോലും സുന്ദറിനെ കൊണ്ട് കഴിയുന്നില്ല. നമ്പർ 5 വന്ന് കളിക്കുക. പുഷ് ചെയ്യാണ് സുന്ദറിനെ. നീയാണ് നമ്പർ 5, നീയാണ് ഇന്ത്യയുടെ അടുത്ത നമ്പർ 5. പുഷ് ചെയ്യാണ്. ഒരാൾ ഇന്നേ വരെ കളിച്ചിട്ടില്ലാത്ത ഒരു പൊസിഷനിൽ അവരെ പുഷ് ചെയ്യുക, പോയി അവിടെ കളിക്കുക. സുന്ദർ വന്ന് സ്ട്രഗിൾ ചെയ്യുക. ലാസ്റ്റ് സ്വന്തം വിക്കറ്റ് വലിച്ചെറിഞ്ഞിട്ടാണ് കയറി പോയത്. റൺഔട്ടായിട്ട് കയറി പോവുക. നമ്പർ 5 കളിക്കാൻ വേണ്ടി ബാറ്റ്സ്മാൻമാരുണ്ട്. ഋഷഭ് പന്ത് ഉണ്ട്, തിലക് വർമ്മയുണ്ട്, അല്ലെങ്കിൽ ജുറേലുണ്ട്. ഇവരെ ഒന്നും കോൺഫിഡൻസ് ഇല്ല. നമ്പർ 5 നോക്കുവാണെങ്കിൽ ഒരുപാട് പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ടീമിൽ 3 വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരാണ് ഉള്ളത്. 3 വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാർ. എന്നാൽ ഇവരാരെങ്കിലും കളിപ്പില്ല നമ്പർ 5? ഇല്ല, കളിപ്പിക്കത്തില്ല. ബെഞ്ചിൽ ഇരുത്താൻ വേണ്ടി 3 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. തിലക് വർമ്മയെ കൊണ്ടുവന്നിട്ടുണ്ട്, ഋഷഭ് പന്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതും പോരാതിന് ജുറേലും കൊണ്ടിരിക്കും. എന്നാൽ ഇവരാരെങ്കിലും കളിപ്പില്ല നമ്പർ 5? പ്രോപ്പറായിട്ട് ഒരു ബാറ്റ്സ്മാനെ കളിപ്പിക്കത്തില്ല. ഓൾറൗണ്ടറെ വേണം. 4 ഓവർ എറിയിപ്പിക്കാൻ വേണ്ടി സുന്ദറിനെ വേണം. 4 ഓവർ എറിയിപ്പിച്ചത് സുന്ദറിനെ കൊണ്ട്. ഓൾറൗണ്ടറാണ്, നമ്പർ 5 ഇട്ട് കളിപ്പിക്കുകയാണ്. അക്ഷർ പട്ടേൽ കൈകാര്യം ചെയ്ത ഒരു പൊസിഷൻ, മനോഹരമായിട്ട് കൈകാര്യം ചെയ്ത ഒരു പൊസിഷനാണ്. ചാമ്പ്യൻസ് ട്രോഫി മുതലേ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് അക്ഷർ പട്ടേലിനെ പുറത്തിരുത്തിയിട്ട് സുന്ദറിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. മേ ബി സുന്ദർ നല്ലൊരു പ്ലെയറൊക്കെ ആയിരിക്കും, പക്ഷേ 2 കളിയിൽ നോക്കുവാണെങ്കിൽ സുന്ദർ നമ്പർ 5 കിടന്ന് സ്ട്രഗിൾ ചെയ്യുക. ഒരു പ്ലേയേഴ്സിനും അറിയത്തില്ല അവരുടെ പൊസിഷൻ ഏതാണെന്ന്. ഋതുരാജ് ഗൈക്വാഡ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്പർ 4 കളിക്കുന്നത്. ഋതുരാജ് ഗൈക്വാഡിന് അറിയാം ഞാൻ കളിച്ചില്ലെങ്കിൽ എന്നെ ആരും ടീമിനോട് എടുക്കത്തില്ല. ഇവരൊക്കെ 10 കളി കളിച്ചില്ലെങ്കിലും, സുന്ദർ ആണെങ്കിലും ഋഷഭ് പന്ത് ആണെങ്കിലും ജുറേലാണെങ്കിലും ഇവർ 10 കളി കളിച്ചില്ലെങ്കിൽ ഇവരെ ക്യാരി ചെയ്യാൻ ആൾക്കാരുണ്ട്. ഋതുരാജ് ഗൈക്വാഡിന് അറിയാം ഞാൻ കളിച്ചില്ലെങ്കിൽ, ഞാൻ ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചില്ലെങ്കിൽ, ഞാനൊരു സെഞ്ചുറി എടുത്തില്ലെങ്കിൽ ആരും എന്നെ പരിഗണിക്കത്തില്ല. സോ അതാണ് ഇന്ന് ഇന്ത്യൻ ടീമിന്റെ അവസ്ഥ. ഓരോരുത്തരുടെ പൊസിഷൻ വിട്ടാണ് അവർ കളിക്കുന്നത്. എല്ലാവർക്കും അവരുടേതായിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോൺ ഉണ്ട്. ആ സോണിലാണ് അവർ കളിക്കേണ്ടത്. ഇത് ഓരോരുത്തരെ ഓരോ പൊസിഷനിൽ വിട്ട് കളിപ്പിക്കുക. നീ അവിടെ പോയി കളി, നീ ഇവിടെ പോയി കളി. പരീക്ഷണമാണ്. എന്നാൽ റിങ്കു സിംഗിനെ കൂടെ ഒരു ഫിനിഷറെ ടീമിനകത്തുണ്ടോ? ഇല്ല. ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇഞ്ചറാണ്. നിതീഷ് കുമാർ റെഡ്ഡിയെ പിടിച്ച് ടീമിൽ ഇട്ടിട്ടുണ്ട്. എന്തിനാണ്? T20 ടീമിൽ നിന്ന് പോലും നിതീഷ് കുമാർ റെഡ്ഡി എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. കോൺഫിഡൻസ് ഇല്ല. ചുമ്മാ ക്യാരി ചെയ്യുവാണ്. ചുമ്മാ ബെഞ്ചിനകത്ത് പിടിച്ച് വെച്ചിരിക്കുകയാണ്. കറക്റ്റായിട്ടുള്ള ഒരു റിപ്ലേസ്മെന്റ് പോലും ക്യാരി ചെയ്യാൻ ഇന്ത്യൻ ടീമിൽ നിന്ന് കഴിയുന്നില്ല. ഒരു 400 റൺസ് ഈസി ആയിട്ട് കണ്ടെത്തേണ്ടിയിരുന്ന ഒരു പിച്ചായിരുന്നു. അതായത് 62 റൺസിൽ 2 വിക്കറ്റ് പോയെടുത്തുനിന്ന് ഋതുരാജ് ഗൈക്വാഡും വിരാട് കോഹ്ലിയും കൂടെ ചേർന്ന് ഒരു 195 റൺസിന്റെ ഒരു പാർട്ണർഷിപ്പ് എടുത്തു. മനോഹരമായിട്ട് ബാറ്റ് ചെയ്തവർ. കണ്ടീഷനെ റെസ്പെക്ട് ചെയ്ത് രണ്ടുപേരും കൂടെ ബാറ്റ് ചെയ്തു. അവിടുന്ന് ഇന്ത്യയുടെ ലോ ഓർഡർ വന്ന് കാഴ്ചവെച്ച ഒരു പെർഫോമൻസ് ആണ്. KL രാഹുലിനെ ഞാൻ കുറ്റം പറയുന്നില്ല. KL രാഹുൽ നല്ലൊരു ബാറ്റിംഗ് കാഴ്ചവെച്ചു. പക്ഷേ രവീന്ദ്ര ജഡേജ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്താലല്ലേ KL രാഹുലിന് കളിക്കാൻ പറ്റത്തുള്ളൂ. കൂടുതൽ ബോളും കിടന്ന് തുഴയുന്നത് രവീന്ദ്ര ജഡേജ ആയിരിക്കും. 2-3 ബോൾ KL രാഹുലിന് കിട്ടും. KL രാഹുൽ അവിടെ വരുമ്പോഴത്തേന് സ്ട്രഗിൾ ചെയ്യും. അതായത് ലാസ്റ്റ് 10 ഓവറിൽ ഇന്ത്യ അടിച്ചത് കേവലം 7 ബൗണ്ടറിയാണ്. ലാസ്റ്റ് ഓവറിൽ ആ ഒരു 18 റൺസ് മാറ്റി വെച്ചിരുന്നെങ്കിൽ കളി പോയി. 46 റൺസ് എടുത്തിരിക്കുമ്പോൾ KL രാഹുലിന്റെ ഒരു ക്യാച്ച് കൊണ്ട് മാത്യു ബ്രിസ്കി കൊണ്ട് കളയുന്നു. ആ ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ ഇതിനും ദയനീയമായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ. പ്രോപ്പറായിട്ട് ഓൾറൗണ്ടർമാരില്ല. ഓരോ പ്ലേയേഴ്സിന് പറ്റിയ റിപ്ലേസ്മെന്റ് ഇല്ല. കുറെ പേരെ താങ്ങിയെടുത്ത് വെച്ചേക്കുവോ ടീമിനകത്ത്. എന്താണ് ഇവരെയൊക്കെ റോൾ? ഇവരൊക്കെ എവിടെ കളിക്കും, എപ്പം കളിപ്പിക്കും എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരവില്ല. ജയിക്കേണ്ട ഒരു കളിയെ ഇന്ത്യ കൊണ്ട് തോൽപ്പിച്ചു. ഒന്നാം ഇന്ത്യക്ക് ടോസ് കിട്ടാറില്ല. ഡ്യൂ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന പോലെ ആയിരുന്നു ഇന്ന് ഡ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. റാഞ്ചിയിലെക്കാട്ടി ഏറ്റവും വലിയ ഡ്യൂ ആയിരുന്നു ഇന്ന് നോക്കുവാണെങ്കിൽ. അത്രയ്ക്ക് നനഞ്ഞു കിടക്കുമായിരുന്നു ഔട്ട് ഫീൽഡിൽ. ഫീൽഡിങ്ങിലോട്ട് വരാം. ഇത്രയും ദയനീയമായ ഒരു ഫീൽഡിങ്. യശസ്വി ജയ്സ്വാൾ മാക്രത്തിന്റെ ക്യാച്ച് കൊണ്ട് കളയും. മാക്രത്തെ കൊണ്ട് 100 റൺസ് എടുപ്പിക്കുന്നു. യശസ്വി ജയ്സ്വാളിനെ ഒരു ബാറ്റ്സ്മാനായിട്ട് അല്ലാതെ ടീമിൽ വെക്കാൻ കഴിയത്തേയില്ലെന്ന് യശസ്വി ജയ്സ്വാൾ ഓസ്ട്രേലിയ വെച്ച് തെളിയിച്ചതാണ്. മെൽബണിൽ നമ്മൾ കളി തോറ്റല്ലോ. മെൽബണിൽ നമ്മൾ ജയിക്കേണ്ട കളിയാണ്. യശസ്വി ജയ്സ്വാൾ കൊണ്ട് കളയുന്ന 3 ക്യാച്ച് അവിടെ നമ്മൾ പരാജയപ്പെടുന്നു. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലോട്ട് വന്നപ്പോഴത്തേന് യശസ്വി ജയ്സ്വാൾ കൊണ്ട് കളഞ്ഞ ക്യാച്ചിന്റെ കൈയും കണക്കും ഉണ്ടായിരുന്നു. 2 ഇന്നിംഗ്സിലായിട്ട് 4 ക്യാച്ചാണ് ഇംഗ്ലണ്ടിൽ കൊണ്ട് കളയുന്നത് ഒരു ടെസ്റ്റിൽ.
ആ ഒരു ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ, മാക്രത്തിന്റെ ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ മേ ബി റിസൾട്ട് വേറെ ഒന്നും ആയിപ്പോനെ. രവീന്ദ്ര ജഡേജയെ കൂട്ടുള്ളവർ പോലും ഇന്ന് മിസ്ഫീൽഡ് ചെയ്യുകയാണ്. 2 ബൗണ്ടറിയാണ് മിസ്ഫീൽഡിലൂടെ രവീന്ദ്ര ജഡേജ കൊണ്ട് കളഞ്ഞത്. ഈസി ആയിട്ട് ഇന്ത്യയുടെ ഫീൽഡർമാരെ കയ്യിലോട്ട് അടിച്ചിട്ട് കൊടുത്തിട്ട് അവർ സിംഗിളും ഡബിളും എടുക്കുകയാണ്. ഈസി ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഡ്യൂ ആണ്, ബേബി ബോൾ കൈ നിൽക്കത്തില്ലെന്നൊക്കെ പറയാം. പക്ഷേ ഇത്രമാത്രം ഒരു മിസ്ഫീൽഡ് എക്സ്ട്രാ എത്ര റൺസാണ് ഇന്ത്യ ഓവർ ത്രോയിൽ തന്നെ കൊണ്ട് കൊടുത്തത്. ചുമ്മാ എഴുതാൻ എറിയുക. കുൽദീപ് യാദവ് മിസ്ഫീൽഡ് കാഴ്ച വെക്കുന്നു, അർഷ്ദീപ് സിംഗ് വന്നിട്ട് മിസ്ഫീൽഡ് കാഴ്ച വെക്കുന്നു. സുന്ദർ ഒരു ക്യാച്ചിന് അറ്റംപ്റ്റ് ചെയ്യുന്ന പോലുമില്ല. ഒരു റൺഔട്ട് ആക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. സുന്ദർ സത്യം പറഞ്ഞാൽ ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ സംശയമാണ്. ആ ഒരു ബോഡി മാത്രമേ ഉള്ളായിരുന്നു അവിടെ. സുന്ദർ വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു ഇന്ന് നോക്കുവാണെങ്കിൽ. മിസ്ഫീൽഡിൽ തന്നെ എത്ര റൺസ് ആയിരിക്കും ഇന്ത്യ കൊണ്ട് കൊടുത്തതെന്ന്. അത്രമാത്രം മോശമായിരുന്നു ഇന്ത്യയുടെ ഫീൽഡിങ്. ഇങ്ങനെ ഒരു പിച്ചിൽ ബോളർമാരെ എത്രമാത്രം ബ്ലെയിം ചെയ്യാൻ കഴിയും? ഒരു റോഡ് പോലെ ഒരു പിച്ച്, ഡ്യൂ വീണുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർക്ക് ഒരു 400 റൺസ് അല്ലെങ്കിൽ 390 റൺസ് കണ്ടെത്താൻ ഒരു അവസരം ഉണ്ടായിരുന്നു. അവിടെ കണ്ടെത്താൻ കഴിയുന്നില്ല. ബോളർമാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫീൽഡർമാരുടെ കയ്യിൽ ഒരു അവസരം ഉണ്ടായിരുന്നു. കുറച്ച് മനോഹരമായിട്ട് ഫീൽഡ് ചെയ്യായിരുന്നു, അവിടെ കൊണ്ട് കളയുന്നു. രാഹുൽ സ്റ്റംപിങ് കൊണ്ട് കളയുന്നു. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന യശസ്വി ജയ്സ്വാളും മാക്രത്തിന്റെ ക്യാച്ച് പിടിച്ചിരുന്നെങ്കിൽ കളിയുടെ റിസൾട്ട് മേ ബി മറ്റൊന്നായി പോയത്. സോ ഇന്ത്യയുടെ ലോ ഓർഡർ ബാറ്റ്സ്മാൻമാരും ഇന്ത്യയുടെ ഫീൽഡർമാരും കൂടെ ചേർന്ന് കളിയെ കൊണ്ട് സൗത്ത് ആഫ്രിക്കയുടെ കയ്യിലോട്ട് കൊണ്ട് കൊടുത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. പിന്നെ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു. ഇന്ന് നോക്കുവാണെങ്കിൽ അവർ വെൽ പ്ലാനുമായിട്ടാണ് വന്നത്. പവർ പ്ലേക്കകത്ത് വിക്കറ്റ് കൊണ്ട് കളയത്തില്ലെന്നുള്ള ദൃഢനിശ്ചയത്തിൽ വരുന്നു. പവർ പ്ലേക്കകത്ത് അവർ കൊണ്ട് കളഞ്ഞ ഒരു വിക്കറ്റാണ്. മാക്രൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ മനോഹരമായിട്ട് വാച്ച് ചെയ്ത് കളിച്ചോളും. വിക്കറ്റ് കളയാതെ അവർക്കറിയാം അല്പനേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ റൺസ് വന്നോളും. ഡ്യൂ ആണ്, ഇന്ത്യയുടെ ബോർഡർമാർ റൺസ് കൊണ്ട് തന്നോളൂ എന്ന് അവർക്കറിയായിരുന്നു. അവർ നോക്കുവാണെങ്കിൽ വളരെ ക്ഷമയോടെ കൂടി വന്ന് കളിക്കുന്നു. അവിടെ അവർക്ക് റൺസ് കിട്ടി. പിന്നെ അവരുടെ ക്യാപ്റ്റൻ ബാവുമ എന്ന് പറയുന്ന ഒരു എക്സ് ഫാക്ടർ. ബാവുമയുള്ള ടീമിനെ തോൽപ്പിക്കാൻ പാടാണല്ലോ ഇന്ത്യ. വൈറ്റ് വാഷ് ആയിട്ട് ഇരിക്കുകയാണ് ടെസ്റ്റിൽ. ഇവിടെയും വന്ന് ബാവുമ മനോഹരമായിട്ട് ബാറ്റ് ചെയ്യുന്നു. ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു മാക്രോയായിട്ട് ചേർന്ന്. 48 ബോളിൽ 46 റൺസ് എടുക്കുന്നു. മനോഹരമായിട്ട് ബാറ്റ് ചെയ്യുന്നു അവിടെ ബാവുമ. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ ആണ് മാത്യു ബെഡ്സ്കി. എന്നാ ഒരു പ്ലെയർ ആണെന്ന്. 11 കളിയാണ് കളിച്ചത്. അതിൽ 7 ഹാഫ് സെഞ്ചുറി എടുത്തു. 7 ഹാഫ് സെഞ്ചുറി. ഇതുവരെ നോക്കുവാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ ഒരു കളി പോലും കളിച്ചിട്ടില്ല. സൗത്ത് ആഫ്രിക്കയ്ക്ക് പുറത്താണ് കളിച്ചിട്ടുള്ളത്. അതായത് ആസ്ട്രേലിയയിലും പാകിസ്ഥാനും ഇന്ത്യയിലൊക്കെ വന്നിട്ട് ഹാഫ് സെഞ്ചുറി എടുക്കുക. 11 കളിയിൽ നിന്ന് 7 ഹാഫ് സെഞ്ചുറി എടുത്ത് ഇന്ന് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് കളിക്കുന്നു. നോക്കുവാണെങ്കിൽ വലിയ ഫുഡ് വർക്ക് ഒന്നും ഇല്ല ബെഡ്സ്കിക്ക്. എന്നാൽ ഒരു ഹാൻഡ് കോർഡിനേഷൻ ഉണ്ട്. സിംഗിൾ എടുക്കാൻ കഴിയും, ഡബിൾ എടുക്കാൻ കഴിയും, ഗ്യാപ്പ് കണ്ടെത്താൻ കഴിയും. സോ നല്ലൊരു പ്ലെയർ വന്ന് മനോഹരമായിട്ട് ബാറ്റ് ചെയ്യുന്നു. ടീമിനെ വിജയത്തിന്റെ അടുത്തോട്ട് കൊണ്ടെത്തിക്കുന്നു. പിന്നെ വരുന്നു ബ്രേവിസ്. ബ്രേവിസ് ആണ് സത്യം പറഞ്ഞ ഈ കളിയെ തിരിച്ച് സൗത്ത് ആഫ്രിക്കയുടെ കയ്യിലോട്ട് കൊണ്ടു കൊടുത്തത്. 5 സിക്സ് അടിച്ചത്. സ്പിന്നർമാരെ വിട്ടില്ല, പേസ് ബോളർമാരെ വിട്ടില്ല, ഒരാളെയും വിട്ടില്ല. കണക്കിന് തല്ലി മാച്ചിനെ നോക്കുവാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ കയ്യിലോട്ട് കൊണ്ടുവച്ചു കൊടുത്തു. ഏകദേശം 9 റൺസിന് മേളിൽ വേണമായിരുന്നു റിക്വയർ റൺ റേറ്റ്. കറണ്ട് റൺ റേറ്റ് നോക്കുവാണെങ്കിൽ അവിടെ 6 ആയിരുന്നു. അവിടെ ആ ബ്രേവിസിന്റെ ഒരു ഫിയർലെസ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആണ് സത്യം പറഞ്ഞാൽ മാച്ചിനെ ക്ലോസ് ആയിട്ട് കൊണ്ട് കൊടുത്തത്. 34 ബോളിൽ നിന്ന് 54 റൺസ് എടുക്കുന്നു. എന്നാ മനോഹരമായിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു. 5 സിക്സ് അടിച്ചു. 5 സിക്സ്. അർഷിത് റാണെ നോക്കുവാണെങ്കിൽ അടുപ്പിച്ച് 2 സിക്സ് അടിച്ചത്. കഴിഞ്ഞ കളി നോക്കുവാണെങ്കിൽ അർഷിത് റാണ ബ്രേവിസിനെ ഔട്ടാക്കിയിട്ട് കൊഞ്ഞനം കുത്തി കാണിച്ചായിരുന്നു. കയറി പോടാന്നൊക്കെ പറഞ്ഞായിരുന്നു. മാച്ച് ഫീയുടെ ഫൈനും കിട്ടി. ഇന്ന് ബ്രേവിസ് കണക്കിന് കൊടുക്കുകയും ചെയ്തു. മനോഹരമായിട്ട് ബാറ്റ് ചെയ്യുന്നു ബ്രേവിസ്. പിന്നെ നോക്കുവാണെങ്കിൽ ബോഷ് വന്നിട്ട് കഴിഞ്ഞ കളിയിൽ ഫിനിഷ് ചെയ്യുന്നു. ഈ കളിയിലും ബോഷ് കേശവ് മഹാരാജിനെ കൂട്ടുപിടിച്ച് കളിയെ ഫിനിഷ് ചെയ്തു. സൗത്ത് ആഫ്രിക്കയുടെ കയ്യിലോട്ട് കൊണ്ട് കൊടുക്കുന്നു. ഇപ്പൊ നോക്കുവാണെങ്കിൽ 1-1. അടുത്ത കളി ആർക്കറിയാം നമുക്ക് ടോസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. സൗത്ത് ആഫ്രിക്കയുടെ ബോളിംഗ് നോക്കുവാണെങ്കിൽ അവർക്കും വലുതായിട്ടൊന്നും ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. പക്ഷെ അവർക്ക് അവസാനത്തെ 10 ഓവർ ഇന്ത്യ റിസ്ട്രിക്ട് ചെയ്യാൻ കഴിഞ്ഞു. ഒരു 400 ഒരു 380 പോകാതെ പിടിച്ചു നിർത്താനായി. ലുങ്കിനിങ്കിടി നോക്കുവാണെങ്കിൽ പവർ പ്ലേക്കകത്ത് അടി കൊണ്ടു. പക്ഷെ അവസാനത്തെ ഡെത്ത് ഓവറിനകത്ത് ലുങ്കിനിങ്കിടി വന്നിട്ട് മനോഹരമായിട്ട് ബോൾ ചെയ്തു. സ്ലോ ബോള്, സ്ലോ ബൗൺസർ, സ്ലോ കട്ടർ ഒക്കെ എറിഞ്ഞ് ഇന്ത്യയെ പിടിച്ചു നിർത്താൻ ലുങ്കിനിങ്കിടിക്കായി. അതുപോലെ തന്നെ കേശവ് മഹാരാജ് നോക്കുവാണെങ്കിലും ഒരു ഓഫ് ഡേ ആയിരുന്നു. ടെസ്റ്റ് നോക്കുവാണെങ്കിൽ വലിയൊരു പെർഫോമൻസ് ഇല്ലായിരുന്നു. മാർക്കോ യാൻസനെ നോക്കുവാണെങ്കിൽ അവർ പവർ പ്ലേക്കകത്ത് കൊണ്ടുവന്നില്ല. അത് നമുക്ക് എന്തുകൊണ്ട് ഒരു ഗുണമായി. മാർക്കോ യാൻസൺ വരുവാണെങ്കിൽ മേ ബി ആ ഒരു അൺഈവൻ ബൗൺസ് മേ ബി ഇന്ത്യക്ക് പണി കിട്ടിപ്പോയനെ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് മാർക്കോ യാൻസനെ അവർ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. പവർ പ്ലേ കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. സോ അത്രമാത്രം ഒരു ബെനിഫിറ്റ്സ് നോക്കുവാണെങ്കിൽ മാർക്കോ യാൻസന് പിച്ചിൽ നിന്ന് എടുക്കാനും കഴിഞ്ഞിട്ടില്ല. സോ എല്ലാ കണ്ടീഷനും നമുക്ക് അനുകൂലമായിരുന്നു. 62 റൺസ് 2 വിക്കറ്റ് പോയെടുത്തു നിന്ന് ഋതുരാജ് ഗൈക്വാഡും വിരാട് കോഹ്ലിയും കൂടെ ചേർന്ന് ഒരു കരയ്ക്ക് എത്തിച്ചതാണ് ടീമിനെ. പക്ഷേ മാച്ചിനെ ഫിനിഷ് ചെയ്യാൻ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർക്ക് കഴിഞ്ഞില്ല. നല്ലൊരു ഫീൽഡിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇന്ത്യയുടെ ഫീൽഡർമാർക്ക് കഴിഞ്ഞില്ല. സോ അതിന്റെ റിസൾട്ട് ഇന്ത്യ ഈ കളി തോറ്റു. പിന്നെ ഇന്ത്യയുടെ ബാറ്റിലോട്ട് വരുവാണെങ്കിൽ യശസ്വി ജയ്സ്വാൾ പിന്നെയും മിസ്റ്റേക്ക് ആവർത്തിക്കുന്നു. സെയിം ലെഫ്റ്റ് ഹാൻഡർക്കെതിരെ പിന്നെ ഔട്ട് ആവുന്നു. ടെസ്റ്റിൽ 3 പ്രാവശ്യമാണ് യാൻസന്റെ മുമ്പിൽ വീണത്. കഴിഞ്ഞ കളി നോക്കുവാണെങ്കിൽ ബർഗറിന്റെ മുമ്പിൽ വീണു. ഈ കളി നോക്കുവാണെങ്കിൽ പിന്നെയും വന്നിട്ട് മാർക്കോ യാൻസന്റെ മുമ്പിൽ വീഴുന്ന ഒരു യശസ്വി ജയ്സ്വാൾ. ലെഫ്റ്റ് ഹാൻഡറെ പേടിക്കുന്ന ഒരു യശസ്വി ജയ്സ്വാളിനാണ് ഇന്ന് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ ഋതുരാജ് ഗൈക്വാഡ് മേഡിൻ സെഞ്ചുറി ഒന്ന് എടുക്കുന്നു. എന്നാ ഒരു സൂപ്പർ പ്ലെയറാണ് നോക്കിക്കുക. ഇന്ത്യക്ക് വേണ്ട ഒരു പ്ലെയറാണ്.
നമ്പർ 4ലാണ് കളിക്കുന്നത് വന്നിട്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്പർ 4 കളിക്കുന്നു. അവിടെ വന്നിട്ട് മനോഹരമായിട്ട് ഒരു സെഞ്ചുറി അടിക്കുന്നു. എന്നാ ഒരു സൂപ്പർ പ്ലെയർ ആണെന്ന് അറിയാമോ? സ്വീപ്പ് ഷോട്ട് കളിക്കുന്ന ഒരു പ്ലെയർ. ഇന്ന് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിലോ ഇന്ന് ഇന്ത്യയുടെ ODI ടീമിലോ സ്വീപ്പ് ഷോട്ട് കളിക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ ഉണ്ടോ? എന്നാ സൂപ്പറായിട്ട് സ്വീപ്പ് ഷോട്ട് വന്ന് കളിച്ചത്. സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ബാറ്റ് ചെയ്യുന്നു, ഡ്രൈവ് ചെയ്യുന്നു, ഓൾ ഓവർ ദ ഗ്രൗണ്ടിൽ മനോഹരമായിട്ട് ബാറ്റ് ചെയ്യുന്നു. സൂപ്പർ ഒരു പ്ലെയർ. T20ക്കായാലും ടെസ്റ്റിനാണെങ്കിലും വൺ ഡേക്കാണെങ്കിലും പറ്റിയൊരു പ്ലെയർ. റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ് വിരാട് കോഹ്ലിയോട് ചേർന്നുള്ളത് സൂപ്പർ മനോഹരമായൊരു പ്ലെയർ ഇന്ന് വന്നിട്ട് പ്രൂവ് ചെയ്തു. സെലക്ടർമാർക്കുള്ള മറുപടി കൊടുക്കുന്നു. എന്നെ അധികം നാൾ ഒതുക്കി വെക്കാനുള്ളതല്ല. കേവലം 28 വയസ്സേ ഉള്ളൂ. ഇന്ന് വന്ന് കാഴ്ചവെച്ചൊരു പ്രകടനം നോക്കിക്കേ. തൻ്റെ പൊസിഷൻ വിട്ടിട്ട് വന്ന് കളിക്കുന്ന ഒരു പ്രകടനം മറ്റുള്ള പ്ലേയേഴ്സ് കണ്ടുപഠിക്കണം. നമ്പർ 3 അല്ലെങ്കിൽ ഓപ്പണിംഗ് കളിച്ചുകൊണ്ടിരിക്കുന്ന രുതുരാജ് ഗൈക്വാഡ് വന്നിട്ട് നമ്പർ 4 വന്ന് കാഴ്ചവെച്ചൊരു പ്രകടനം എല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒരു പ്രകടനമാണ്. സൂപ്പർ ഒരു ബാറ്റ്സ്മാൻ. പിന്നെ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് 100ാമത്തെ സെഞ്ചുറി എന്ന് എടുക്കുന്ന കാര്യത്തിലേ ഉള്ളൂ സംശയം. എൻ്റെ അഭിപ്രായത്തിൽ താമസിക്കാതെ തന്നെ ആ 100ാമത്തെ സെഞ്ചുറി എടുത്തിട്ടേ വിരാട് കോഹ്ലി റിട്ടയർ ചെയ്യത്തുള്ളൂ. അത്രയ്ക്ക് നല്ല ഫോമിലാണ്. നമുക്കറിയാം കളിച്ച 3 കളിയിലും അവസാനത്തെ 3 കളിയിലും 50+ സ്കോർ കണ്ടെത്തുന്നു. ബാക്ക് ടു 100 എടുക്കുന്നു. സൂപ്പർ ഒരു പ്ലെയർ. ഒരു രക്ഷയില്ലാത്ത ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ച. വിജയ് ഹസാര കളിക്ക്, ഡൊമസ്റ്റിക് ക്രിക്കറ്റ് പോയി കളിക്ക്, അതൊന്നും ആവശ്യമില്ല. എനിക്കറിയാം എങ്ങനെ കളിക്കണമെന്ന്. എനിക്കറിയാം ഈ ODI ഫോർമാറ്റ് എങ്ങനെ കളിക്കണമെന്നുള്ളത് പിന്നെയും സെലക്ടർമാർക്കും കോച്ചിനും കാണിച്ചു കൊടുത്തു വിരാട് കോഹ്ലി. പിന്നെ ഇന്ത്യയുടെ ബോളർമാരിലോട്ട് പോവുകയാണെങ്കിൽ സുന്ദർ എന്തിനാണ് ടീമിൽ നിന്ന കാര്യത്തിൽ അറിയത്തില്ല. 4 ഓവർ എറിയിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ തിലക് വർമ്മയും വന്നിട്ട് 4 ഓവറോ 3 ഓവറോ ഒക്കെ എറിയാൻ കഴിയും. സുന്ദറാണെങ്കിൽ ബാറ്റിംഗും ചെയ്യുന്നില്ല, ബോളിംഗ് കൊണ്ട് നിങ്ങൾ കൊടുക്കുന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ 5ാം നമ്പർ പൊസിഷനിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ സുന്ദറിനെ ഇട്ടേക്കുന്ന കാര്യത്തിൽ മാനേജ്മെന്റ് ആണ് റിപ്ലൈ പറയേണ്ടത്. ഹെഡ് കോച്ചാണ് റിപ്ലൈ പറയേണ്ടത്. എന്തിനാണ് സുന്ദറിനെ നമ്പർ 5 നിങ്ങൾ ക്യാരി ചെയ്യുന്നത്? കുൽദീപ് യാദവിന് വിക്കറ്റ് എടുക്കാൻ കഴിയാതെ വരുമ്പോഴത്തേക്ക് ഇന്ത്യക്ക് ജയിക്കാൻ കഴിയുന്നില്ല. അതായത് വരുൺ ചക്രവർത്തിയെ ഇന്ത്യ മിസ് ചെയ്യുന്നു. ഒരു റിസ്ക് സ്പിന്നറായി ഇന്ത്യ മിസ് ചെയ്യുന്നു. ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളറായി ഇന്ത്യ മിസ് ചെയ്യുന്നു. ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളർ നമുക്കില്ല. കൃഷ്ണ നോക്കുവാണെങ്കിൽ വിക്കറ്റ് എടുക്കും, പക്ഷേ റൺസ് കൊണ്ട് വഴങ്ങുമായിരുന്നു. ഡ്യൂ ആണ് സമ്മതിക്കുന്നത്, പക്ഷേ കൃഷ്ണ എറിഞ്ഞ സ്ലോ ബൗൺസുകൾ തലയുടെ മേലൂടെ പോകുന്നത്. ഈസി ആയിട്ട് അവർക്ക് ബാറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. അർഷ്ദീപ് സിംഗ് ഇതേ ഡ്യൂ ഉള്ള സാഹചര്യത്തിലാണ് വന്ന് ബോൾ ചെയ്തത്. മനോഹരമായിട്ട് സ്ലോ ബോൾ എറിഞ്ഞു, സ്ലോ ബൗൺസർ എറിഞ്ഞു, യോക്കർ ബോൾ എറിഞ്ഞു. കൃഷ്ണയെ കൂട്ടൊരു ബോളർ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എത്രമാത്രം സൂട്ടാണ് ടീമിൽ എന്നുള്ള കാര്യം ടീം മാനേജ്മെന്റ് പരിശോധിക്കണം. കൃഷ്ണയെ കൊണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേറൊരു ബോളർ ഇല്ലാന്താനും നിതീഷ് കുമാർ റെഡ്ഡിയെ കളിപ്പിക്കേണ്ട അവസ്ഥ വരും. ഒരാളെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ പറ്റിയ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വെളിയിരിപ്പില്ല. അതിന് ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണ്. അതാണ് ഇപ്പം ഇന്ത്യൻ ടീമിന്റെ ഒരു അവസ്ഥ. നമ്മൾ കുറേ പേരെ ക്യാരി ചെയ്യുന്നുണ്ട്, പക്ഷേ ഉപയോഗമുണ്ടോ, എവിടെയെങ്കിലും ഉപയോഗിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല ചോദ്യങ്ങൾക്ക്. അതാണ് ഇന്ന് ഇന്ത്യൻ ടീം ക്യാരി ചെയ്യുന്ന ബെഞ്ച് സ്ട്രെങ്ത്. ഒരുപാട് ബെഞ്ച് സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്, പക്ഷെ ആരെ എവിടെ കളിപ്പിക്കും, കളിപ്പിച്ചാൽ കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ആർക്കും അറിയത്തില്ല. കോച്ചിനും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. അതാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ അവസ്ഥ. എന്നിരുന്നാലും സൗത്ത് ആഫ്രിക്ക ടോസിന്റെ ആനുകൂല്യം കിട്ടി. അവർ മനോഹരമായിട്ട് ബോൾ ചെയ്തു. അവസാനത്തെ 10 ഓവറിൽ അവർ മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു. ആ ഡ്യൂവിന്റെ സാഹചര്യത്തെ അവർ യൂട്ടിലൈസ് ചെയ്തു. പിന്നെ ബാവുമ എന്ന് പറഞ്ഞൊരു എക്സ് ഫാക്ടറും അവർക്ക് ഗുണം ചെയ്തു. സോ കളി നോക്കുവാണെങ്കിൽ 1-1 ആയി. ഇനി അവസാനത്തെ കളി നോക്കുവാണെങ്കിൽ ഒരു സീരിയസ് ത്രില്ലർ ആയിരിക്കും. സോ കാത്തിരുന്ന് കാണാം അവസാനത്തെ കളി ആരാ ജയിക്കാൻ പോകുന്നത്. ഇന്ത്യക്ക് അടുത്ത പ്രാവശ്യമെങ്കിലും ടോസിന്റെ ഭാഗ്യം ഉണ്ടോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ സീരീസ് ആര് ജയിക്കും എന്നുള്ളതും കാത്തിരുന്ന്